ഹായ്, നമസ്കാരം. ഏവർക്കും സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി അലോട്ട്മെൻ്റ് ആണ് ഇന്നത്തെ വിഷയം. ഓക്കെ, ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടാണ്. ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, എനിക്ക് കിട്ടി, കുറച്ച് ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി കിട്ടിയ ആൾക്കാർ എന്ത് ചെയ്യും, കിട്ടാത്ത ആൾക്കാർ എന്ത് ചെയ്യും? രണ്ടാമത്തെ അലോട്ട്മെൻറ്റായി, ഈ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അലോട്ട്മെൻറ്റിൽ മാറ്റം വന്നിട്ടില്ല, ഇത് തന്നെ തുടരുകയാണ്. അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കിട്ടി, ഇപ്രാവശ്യം എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടില്ല, വേറെ ഓപ്ഷൻ മാറ്റം വന്നിട്ടില്ല, ഇനി എന്ത് ചെയ്യും? ഇനി ഇതിന് പെർമനൻ്റായിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ? എങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. ഓക്കെ, അതൊക്കെ ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ തീർക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഡൗട്ടുകളുണ്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണെന്ന് കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ രണ്ടാം അലോട്ട്മെൻറ്റാണ് നിൽക്കുന്നത്. ഇനി തേർഡ് അലോട്ട്മെൻറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ടാം അലോട്ട്മെൻറ്റ് ലഭിച്ച ആൾക്കാർ അവർ ഫീസ് അടച്ചിട്ടുണ്ടാവും. ഫീസ് അടക്കാത്ത ആൾക്കാർ ഇതിൽ നിന്ന് പുറത്താവും. ഓക്കെ, പിന്നീട് അവർക്ക് അലോട്ട്മെൻറ്റിനെ പരിഗണിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതിന് കാര്യങ്ങളിലേക്ക് കടക്കാം. പ്രവേശനം എങ്ങനെയാണെന്നുള്ള കാര്യം. അപേക്ഷകർ തങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, അവർ ഡേറ്റ് ഉണ്ടാവും, അലോട്ട്മെൻറ്റിന് ഡേറ്റ് ഉണ്ടാവും. ആ അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യാം, താൽക്കാലിക പ്രവേശനം നേടണം. മീൻസ് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയത്തിലാണ് ലഭിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടെമ്പററി അഡ്മിഷൻ എടുക്കണം. നമ്മൾ പ്ലസ് ടുവിനൊക്കെ ചെയ്യുന്നത്, പ്ലസ് വണ്ണിന് ചെയ്യുന്നതേ പോലെ. ഇനി അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമാണ് ലഭിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് പെർമനൻറ്റ് ആയിട്ട് എടുക്കാം. ഇനി അതല്ല, നിങ്ങളുടെ അഡ്മിഷൻ എടുത്തു, പെർമനൻറ്റ് അലോട്ട്മെൻറ്റ് എടുത്തിട്ടില്ല, പെർമനൻ്റ് അല്ല ടെമ്പററിയാണ് എടുത്തതെങ്കിൽ നിങ്ങൾക്ക് അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് വരും. തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ മാറി ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. ഓക്കെ, അഡ്മിഷൻ ടൈമിന് നമ്മൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻ്റ് എന്ന് വെച്ചാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രിൻറ്റ്, ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസ്. നമ്മൾ ഫസ്റ്റ് അഡ്മിഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു ഫീസ് അടച്ചിട്ടുണ്ട്. അതിനുശേഷം അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് അലോട്ട്മെൻറ്റ് ഫീസ് അടച്ചിട്ടുണ്ടാവും. ഈ രണ്ട് ഫീസ് റെസീറ്റും അതുപോലെ തന്നെ ആപ്ലിക്കേഷനും, ആധാർ കാർഡ്, ഫോട്ടോ, ABC ID, പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്കൂളിലെ TC, SSLC, +2, പിന്നെ SC/ST വിഭാഗക്കാരാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്, CBC അഥവാ OBC വിഭാഗക്കാരാണെങ്കിൽ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്. ഇനി ജനറൽ കാറ്റഗറി ഉള്ള ആളാണെങ്കിൽ അവർ EWS കാറ്റഗറിയിൽ വരുന്നതാണ്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ അതിൻ്റെ EWS സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ NCC, NSS, സ്പോർട്സ് തുടങ്ങിയ ഗ്രേസ് മാർക്കുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ. ഇത്രയും കാര്യങ്ങളാണ് കൊണ്ടുപോകേണ്ടത്. പിന്നെ ഫസ്റ്റ് പറഞ്ഞ അലോട്ട്മെൻറ്റ് മെമ്മോ. പിന്നെ നമ്മളെ ഈ ബർത്ത് തെളിയിക്കാൻ, മീൻസ് നേറ്റിവിറ്റി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇനി അതല്ല നിങ്ങളുടെ SSLC ബുക്കിൽ, SSLC സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അത് മതിയാവും. അതിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ പിന്നെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ഉണ്ടാവാൻ. ഇനി തുടർന്നുള്ള അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരമുണ്ട്. ഓക്കെ, തിരുത്താനുള്ള അപേക്ഷ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം 200 രൂപ ഫീസ് അടക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, ഇമെയിൽ ഉണ്ട്, ഞാൻ ഇമെയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഇമെയിലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്താണ് കറക്ഷൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് മെയിൽ അയച്ചു കൊടുക്കാം. മെയിലിൻ്റെ സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടല്ലോ, ആപ്ലിക്കേഷൻ നമ്പറാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ നമ്പറും പിന്നെ എന്താണ് കറക്ഷൻ എന്നുള്ളൊരു ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം താഴെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനാണെങ്കിൽ പോലും ഇതേപോലെ 200 രൂപ ഫീസ് അടച്ചതിന് ശേഷമാണ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് കാര്യങ്ങളാണ് കൃത്യമായിട്ട് പറഞ്ഞത്. ആദ്യമായിട്ട് ലഭിച്ചവർ നേരത്തെ പറഞ്ഞ പോലെ ഫീസ് അടക്കണം, ഫീസ് അടക്കാത്തവർ അതിൽ നിന്ന് ഒഴിവാകും. ഓക്കെ, മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷം സ്ഥിര പ്രവേശനമാണ്, മീൻസ് പെർമനൻ്റ് അഡ്മിഷനാണ്. താൽക്കാലിക പ്രവേശനമല്ല, പെർമനൻ്റ് അഡ്മിഷനാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഓപ്ഷൻ ലഭിച്ച ആൾക്കാരും തേർഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച ആൾക്കാരും ഉണ്ടാവുമല്ലോ, അവരൊക്കെ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണം. പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് പിന്നെ ആ കോഴ്സ് ഉണ്ടാവില്ല. ഓക്കെ, അലോട്ട്മെൻറ്റ് ഉണ്ടാവില്ല, കോഴ്സ് ഉണ്ടാവില്ല. അതിനുശേഷം എന്ത് ചെയ്യും, കോളേജുകളുടെ വേക്കൻറ്റ് സീറ്റുകളും കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒഴിവുണ്ടെങ്കിൽ മാത്രം അതൊക്കെ വെച്ചൊരു സപ്ലിമെൻ്ററി അതോ ഫോർത്ത് അലോട്ട്മെൻറ്റ് അലൊക്കേറ്റ് ചെയ്യുന്നതാണ്. ആ സമയത്ത് നിങ്ങളുടെ ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് മാറാൻ പറ്റും. മാറുന്ന സമയത്ത് TC വാങ്ങണം. ഇനി അതല്ല മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് മാറുന്നതാണെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ എടുത്ത ആൾക്കാർ എന്ത് ചെയ്യണം, കോളേജിൽ നിന്ന് TC വാങ്ങിയിട്ട് വേണം അടുത്ത കോളേജിലേക്ക് മാറാൻ വേണ്ടിയിട്ട്. ഓക്കെ,
ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒന്നുകൂടി പറയാം, 3rd അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ച കോളേജിൽ പെർമനൻ്റ് ആണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും കോളേജിലേക്ക് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയത്തിലല്ല വേണ്ടതെങ്കിൽ, മീൻസ് ഒരാൾക്കൊരു കോളേജ് കിട്ടി, ആ കോളേജിൽ ആ ഒരു വിഷയത്തിൽ താല്പര്യമില്ല, വേറെ വിഷയത്തിലാണ് താല്പര്യം, അതിൽ ആ കോളേജിൽ താല്പര്യമില്ല, വേറെ കോളേജാണ് താല്പര്യമുള്ളത്, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷം TC വാങ്ങിയിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. ഓക്കെ. ഇനി അതല്ല, അഡ്മിഷൻ എടുക്കാതെ ഡയറക്റ്റ് പോയിട്ട് നമ്മൾ പ്രൈവറ്റ് മീൻസ് മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ. പിന്നെ അല്ലാത്തവർ, സ്ഥിരപ്രവേശനം നേടാത്തവർ എന്ത് ചെയ്യും, അവരെല്ലാം ഹയർ ഓപ്ഷനിൽ മുഴുവനും ക്യാൻസലാവും. മീൻസ് നമുക്ക് ആവശ്യമുള്ള കോഴ്സാണ് ലഭിച്ചെങ്കിൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യും. ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ കോളേജുകളുടെ ലിസ്റ്റിൽ വേറെ ഏതെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും വിഷയങ്ങൾ മീൻസ് ഏതെങ്കിലും സീറ്റുകൾ വേക്കൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് 4th അലോട്ട്മെൻറ്റിന് പരിഗണിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കിട്ടിയാൽ ആ കോളേജിലേക്ക് മാറാൻ പറ്റുന്നതാണ്. പിന്നെ SC ST സ്പെഷ്യൽ ഏബിൾഡ് വിഭാഗത്തിന്, PWBD വിഭാഗത്തിന് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്, പ്രത്യേക അലോട്ട്മെൻറ്റ് ഉണ്ടാവും. ആ അലോട്ട്മെൻറ്റ് അവർക്ക് തുടർന്ന് കോളേജിലേക്ക് അഡ്മിഷൻ ലഭിക്കാവുന്നതാണ്. ഓക്കെ. ഇനി സ്പോട്ട് അഡ്മിഷൻ ഒരു പ്രൊസീജിയറും കൂടിയുണ്ട്. അലോട്ട്മെൻറ്റ് പുറത്തായ ആൾക്കാർക്ക്, അതേറ്റവും ലാസ്റ്റാണ് വരിക. ഇപ്പോൾ അലോട്ട്മെൻറ്റിന് പുറത്തായ ആൾക്കാരുണ്ടാവും, ഇതുവരെ പ്രവേശനം ലഭിക്കാത്ത ആൾക്കാരുണ്ടാവും. ഓൺലൈൻ അപേക്ഷ പ്രിൻ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, മുമ്പ് ഏതെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും അഡ്മിഷൻ എടുത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അടുത്ത കോളേജിലേക്ക് മാറിയിട്ട് അവിടെ സ്പോട്ട് അഡ്മിഷന് വേണ്ടി ഹാജരാവാൻ പറ്റുന്നതാണ്. അങ്ങനെ അവിടെ സ്പോട്ട് അഡ്മിഷൻ സീറ്റ് ലഭിക്കുന്നതാണ്. ഓക്കെ. പിന്നെ ഇതിൻ്റെയൊക്കെ ഫൈനൽ അതോറിറ്റി എന്ന് പറഞ്ഞത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷേ ഇതുവരെയായിട്ടും മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. ഓക്കെ. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ ലഭിച്ച ആൾക്കാർ ടെമ്പററി അഡ്മിഷൻ എടുക്കേണ്ട ടൈമാണ് 2nd അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞത്. ആ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ആരും വിട്ടുപോകാതിരിക്കുക. നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് നിങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കുക. ഓക്കെ. ഇനി താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൂടിയും അലോട്ട്മെൻറ്റ് മെമ്മോ മീൻസ് അഡ്മിഷൻ മെമ്മോ ലഭിച്ച ആൾക്കാർ ആ ഡേറ്റ് തന്നെ, ആ സമയത്ത് തന്നെ പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ്, അത് ടെമ്പററി ആണെങ്കിൽ കൂടി. ഓക്കെ. അപ്പോൾ ഈ കാര്യം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.